ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം മീനിന് വേണ്ടിയുള്ള മസാല പുരട്ടാം. അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലൊരു പേസ്റ്റ് പോലെ നല്ലതുപോലെ യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാരമീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് സ്ക്വയർ പീസിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനിലൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഈ മീനിൽ മസാലയ്ക്ക് നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു അരമണിക്കൂർ ഇത് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ച മീൻ ഓരോന്നായി ഈ എണ്ണയിലിട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ബിരിയാണിയുടെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 സവാള നീളത്തിൽ മുറിച്ചത് ഇതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇതിനാവശ്യമായ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മീനിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മീൻ പൊടിയാതെ പതുക്കെ ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇത് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ബിരിയാണി ലെയർ ചെയ്യാൻ ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടി കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ച് വേവിച്ചെടുത്ത ചോറാണ്. ഫസ്റ്റ് ലെയറായി നമുക്കത് ഇട്ട് കൊടുക്കാം. കുറച്ച് അതിൻ്റെ മുകളിലായി നമുക്ക് മീനിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ നിന്നും വീഡിയോ സ്കിപ്പായി പോയതാണ്. അതിൻ്റെ മുകളിലായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ച് കൂടുതലായി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഞാൻ നന്നായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായി കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്കിതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തൊരു ലെയറായി നമുക്ക് കുറച്ച് കൈമ റൈസ് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച സവാള നമുക്കിതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കൈമ റൈസ് ലാസ്റ്റ് ലെയറായി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തതിട്ട് കുറച്ച് നട്ട്സും ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഫ്രൈ ചെയ്ത കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ച് ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് വിളമ്പാം. നമ്മുടെ അടിപൊളി ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.